കോസ്റ്റ്യൂംസോ ഓർണമെൻറ്റ്സോ ഇല്ലാണ്ട് ഒരു കുട്ടിയുടെയും കോൺഫിഡൻസ് ലെവൽ കുറയരുത്. അവർ സ്റ്റേജിൽ അത്രയും കോൺഫിഡൻസോടുകൂടി കളിക്കണം. കലോത്സവം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണച്ചെലവും കൂടിയുള്ള ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും കോസ്റ്റ്യൂമുകൾക്ക്. പക്ഷേ തൃശ്ശൂർ കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് സന്തോഷിക്കാം. കാരണം പണം ഇല്ലാത്തതിനാൽ ആർക്കും നല്ല വസ്ത്രം അല്ലെങ്കിൽ നല്ല കോസ്റ്റ്യൂം അണിയാതിരിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ഉറപ്പാണ് തൃശ്ശൂർക്കാർ നൽകുന്നത്. ഇത് നന്ദനം ഡാൻസ് കളക്ഷൻസ് എന്ന് പറയുന്ന ഇടമാണ്. ഇവിടെയാണ് ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഒരു വലിയ സമ്മാനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇടം. മോഹിനിയാട്ടത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും എന്ന് മാത്രമല്ല, ചവിട്ടുനാടകം ഉൾപ്പെടെ എല്ലാ ഇനങ്ങളുടെയും കോസ്റ്റ്യൂമുകൾ ഇവിടെ ഉണ്ട്. പുതിയത് തന്നെയാണ് എല്ലാവർക്കുമായി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, കോസ്റ്റ്യൂമിന് വേണ്ട കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ ഈ ആഭരണങ്ങൾ, അതിനോടൊപ്പം തന്നെ ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെ തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളല്ല സത്യത്തിൽ ഇവരെ കണ്ടെത്തുന്നത്. ഇവർ സ്കൂളിലെ പ്രഥമ അധ്യാപകൻ അവർ ലെറ്ററായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും. നമുക്ക് ഈ വരുന്ന കുട്ടികളെല്ലാവരും അർഹതപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ല. മാക്സിമം ഫ്രഷ് ഓർണമെൻറ്റ്സും ഫ്രഷ് ഡ്രസ്സുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തെങ്ങനെ കൊടുക്കാൻ കാരണം, അപ്പോൾ നമ്മൾ തന്നെ പല കലോത്സവത്തിനും ചെന്ന് ഇത് കാണാൻ നിൽക്കുമ്പോൾ പല കുട്ടികളും പല സാധനങ്ങളും മറന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഒന്നാമത് ഷോപ്പ് അറിയില്ല. പിന്നെ ഷോപ്പ് അറിഞ്ഞാൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ അവർ പ്രതീക്ഷിച്ച വിലയാവില്ല. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ദിവസത്തെ അല്ലെങ്കിൽ 4 ദിവസത്തെ ഇത് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾ 55 കുട്ടികൾക്ക് കൊടുത്തു. അത് ഈ വട്ടം ഒരു 100 ആക്കാനുള്ള പരിശ്രമത്തിലാണ്. ആഗ്രഹിച്ചിട്ട് കോസ്റ്റ്യൂം ഇല്ലാത്തതിനാൽ ഒരുപക്ഷെ സ്റ്റേജിൽ കോൺഫിഡൻസ് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങാണ് നമ്മുടെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത്. കോസ്റ്റ്യൂംസോ ഓർണമെൻറ്റ്സോ ഇല്ലാണ്ട് ഒരു കുട്ടിയുടെയും കോൺഫിഡൻസ് ലെവൽ കുറയരുത്. അവർ സ്റ്റേജിൽ അത്രയും കോൺഫിഡൻസോടുകൂടി കളിക്കണം. പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും തൃശ്ശൂരേക്ക് വരാതിരിക്കരുത്. ഒരു കുട്ടിയുടെ പോലും ഒരു കോൺഫിഡൻസ് ലെവൽ കുറയരുത്. അതായത് നല്ല വസ്ത്രമില്ല, നല്ല കോസ്റ്റ്യൂം ഇല്ല എന്നതിൻ്റെ പേരിൽ.